Good morning, everybody. I am Dr. Abbas Watoli, Assistant Professor, Amal College of Advanced Studies. ഞാൻ ഇന്ന് കാണിക്കുന്നത് മൂഡിൽ ക്ലാസ് റൂമിനകത്ത് നമുക്ക് AI ഉപയോഗിച്ചിട്ട് ലേണിംഗ് റിസോഴ്സസ് അതുപോലെ തന്നെ സെൽഫ് പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ ക്യുക്കായിട്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ തേർഡ് സെമിസ്റ്റർ BComൻ്റെ ഒരു ക്ലാസ് റൂമാണ്. അതിനകത്ത് ലേണിംഗ് എന്നുള്ള മോഡ്യൂളിൽ ഞാൻ പുതുതായിട്ടൊരു കണ്ടൻറ്റ് ആഡ് ചെയ്യാൻ പോകും. അപ്പോൾ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ChatGPTയിൽ ജസ്റ്റ് നോളജ് റിസോഴ്സസ് ഓൺ ദ ഇൻ്റർനെറ്റ് എന്ന ടോപ്പിക്കിൽ നോട്ട്സ് ആവശ്യപ്പെട്ടപ്പോൾ അവർ തന്ന നോട്ട്സാണുള്ളത്. അപ്പോൾ നമുക്കത് കോപ്പി ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോട്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഇതിന് ഉപയോഗിക്കാവുന്ന ടൂൾ എന്ന് പറയുന്നത് പേജ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. പേജ് എന്നുള്ളത് ഓപ്റ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ ടോപ്പിക് കൊടുക്കുക നോളജ് റിസോഴ്സസ് ഓൺ ദ ഇൻ്റർനെറ്റ് എന്ന്. നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ടോപ്പിക്കാണ് ഇതുപോലെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഈ മൂഡിൽ പോലെ LMSൽ അഡീഷണൽ ആയിട്ട് റിസോഴ്സ് കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കുട്ടികളെ നമുക്ക് എൻഗേജ് ചെയ്ത് നിർത്താനും അവർക്ക് പിന്നീട് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെറ്റീരിയൽ കിട്ടാനൊക്കെ പറ്റുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് ആണെന്നുള്ളത്. ഇവിടെ നമ്മൾ ഇൻസ്ട്രക്ഷനാണ് ടൈപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾക്ക് കിട്ടിയ ChatGPTയിൽ കിട്ടിയ റിസോഴ്സ് അഥവാ റീഡിങ് റിസോഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മളതും കൂടി ചെയ്തിട്ട് ആണ് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ഈ ഡീറ്റെയിൽഡ് നോട്ട്സ് ഫോർ BCom എന്ന് പറയുന്നത് നമ്മളത് കൊടുത്തുകൊണ്ട് അങ്ങനെ വന്നു. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നു. ഇൻട്രൊഡക്ഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലാസ്റ്റത്തെ കൺക്ലൂഷൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇത്രയും എഡിറ്റ് ചെയ്തിട്ട് നമുക്കതിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഇതുപോലെ നോട്ട്സ് ഈ പേജ് കണ്ടന്റ് എന്നുള്ളിടത്താണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. വേറെ സെറ്റിങ്സ് ഒന്നും ചെയ്യുന്നില്ല, അത് സേവ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഹവറിലേക്കുള്ള നോട്ട്സായി ഇവിടെ നോളജ് റിസോഴ്സ് ഓൺ ഇൻ്റർനെറ്റ്. ഇനി സെക്കൻഡ് പാർട്ടാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം പുതിയ കുട്ടികളെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളതും അവരെ ഈ ലേണിങ്ങിൽ കൊണ്ടുവരിക എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് ഓരോ ലെസൺ കഴിയുമ്പോഴും അവർക്കൊരു പ്രാക്ടീസ് ടെസ്റ്റ് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മൂഡിലിനകത്തുള്ള ക്യൂസ് എന്നുള്ള ആക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രാക്ടീസ് ടെസ്റ്റ് ആഡ് ചെയ്യാൻ. നമ്മളതിന് ഈ പറഞ്ഞ പോലെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡിങ് കൊടുക്കണം. അതേ ഹെഡിങ്ങിന് കൊടുത്തു, പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷനാണ് ടൈപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ടൈം സെറ്റ് ചെയ്യണം. നമ്മളൊരു പെർട്ടിക്കുലർ ഹവറിൽ നമ്മുടെ പീരീഡിൽ തന്നെ എൻഗേജ് ചെയ്യേണ്ടതാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി അതല്ല ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ കംപ്ലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് സെറ്റ് ചെയ്യാം. നമ്മളൊരു എക്സാക്ട്ലി ഒരു ഹവറിൽ നമ്മളുടെ ആബ്സെൻസിൽ അല്ലെങ്കിൽ നമ്മളുടെ മോണിറ്ററിങ്ങിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഹവർ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ക്ലാസ്സിന് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, ബാക്കി കുട്ടികളോട് ചെയ്യാൻ പറയാം. അതല്ലെങ്കിൽ നമ്മുടെ ആബ്സെൻസിൽ അവർ എൻഗേജ് ചെയ്യാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതേ ഹവർ സെറ്റ് ചെയ്താൽ അവർ സ്റ്റാർട്ടിങ്ങിൽ ക്ലാസ് വായിച്ചോളും, ദെൻ അവസാനമാകുമ്പോഴേക്ക് എക്സാം ചെയ്തോളും. ഒരു 10 ക്വസ്റ്റ്യനിലായതുകൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ ഞാനൊരു 15 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നതിന് വരെ 15 മിനിറ്റ്സേ കൊടുക്കുന്നുള്ളൂ. ഗ്രേഡ് എന്നുള്ളിടത്ത് അറ്റംപ്റ്റ്സ് അലൗഡ്സ് എന്നുള്ളിടത്ത് 1 ആക്കിയിട്ട് ലിമിറ്റ് ചെയ്യാണ്. ദെൻ ബാക്കിയുള്ള സെറ്റിങ്സ് ഒന്നും ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ടൈമും ഇത് മാത്രമാണ് ഇതിൽ ചെയ്തത്. അപ്പോൾ അതോടുകൂടി നമ്മൾ ക്യൂസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ആവും. ഇനി അതിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണം. ഈ സമയത്താണ് നമുക്ക് AI ഒരു ഹെൽപ്പ് ആവശ്യമുള്ളത്. ഇവിടെ AI ഹെൽപ്പ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ChatGPTയിൽ നമ്മളൊരു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ നമ്മൾ അവരോട് 10 MCQ ക്വസ്റ്റ്യൻസ് ഇൻ എയ്ക്കൻ ഫോർമാറ്റ്, ഇതാണ് മോഡലിൻ്റെ ഫോർമാറ്റ്. എയ്ക്കൻ ഫോർമാറ്റിൽ MCQ ചോദിക്കുന്നു. അപ്പോൾ ഇതേപോലെ ആൻസർ തരും. ഈ ആൻസർ നമ്മൾ കോപ്പി ചെയ്യും. എന്നിട്ട്
നമ്മൾ നോട്ട് പാഡ്സിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം. നോട്ട് പാഡിൽ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെറിയൊരു എഡിറ്റിംഗ് നടത്തിയാൽ നമുക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റും. സത്യത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ വേണ്ട, അതും ChatGPT ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാവുന്നുള്ളൂ. എനിവേ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നോളജ് റിസോഴ്സസ് എന്നാണ്. അപ്പോൾ നോളജ് റിസോഴ്സസ് ഓൺ ഇൻ്റർനെറ്റ് എന്നുള്ളതിന് ഷോർട്ടായിട്ട് ഞാൻ KRI എന്ന് കൊടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അത് ജസ്റ്റ് നമ്മൾ പിന്നീട് ആ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നതോടുകൂടി നമ്മൾ ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഇങ്ങനെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക വെച്ചാൽ അതിൻ്റെ ബിഗിനിങ്ങിൽ ഇതുപോലെ കൊടുക്കുക. ഈ എക്സ്ട്രാ ലൈൻ വരുന്നത് ഡിലീറ്റ് ചെയ്യുക. കാരണം ഈ എയ്ക്കൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ലൈൻ ക്വസ്റ്റ്യൻ ആണെന്നും പിന്നെ ABCD എന്നൊക്കെ എഴുതിയിട്ടുള്ളത് അതിൻ്റെ ചോയ്സ് ആണെന്നുള്ളതും പിന്നെ താഴെ ആൻസർ ആണെന്നുള്ള രീതിയിലാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് വരുന്ന ലൈൻ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ലൈൻ ബ്രേക്ക് ഇല്ലാതെ എഴുതുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലാത്തതാണ് നല്ലത്. പ്രത്യേകിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്യുന്ന സമയത്തൊക്കെ ക്വസ്റ്റ്യൻ ഓർഡർ പല രീതിയിൽ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ഇതേ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കാത്തതാണ് നല്ലത്. അത് ChatGPT ഉപയോഗിച്ചിട്ട് തന്നെ അത് അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലാതെ ആവശ്യപ്പെട്ടാൽ അങ്ങനെ തന്നെ കിട്ടും. ഞാനതിലിപ്പോൾ കിട്ടിയതിൽ നമ്മളിപ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് കൂടിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ബിഗിനിങ്ങിൽ ഞാനൊരു ടാഗ് ആഡ് ചെയ്യുന്നത് എനിക്ക് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എക്സാമിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ അതിനെ സോർട്ട് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനെ ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു ഫയലായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സേവ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബൾക്കായിട്ട് എന്ത് ചെയ്യാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്യൂസ് എന്നുള്ള ഇത് ഓപ്പൺ ആക്കുന്നു. അതിനകത്ത് ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ബാങ്കിന് പോയിട്ട് നമുക്ക് അതിൽ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഫയലായിട്ട് ഇതിലേക്ക് ഈ 10 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ട് നമുക്ക് ലേക്കൻ ഫോർമാറ്റ് ഉണ്ടാവും. ബാക്കി ഫോർമാറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനാണ് ഡിഫറെൻറ്റ് ഫോർമാറ്റ്. ഈ ഐക്കൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇമ്പോർട്ട് പറയും. ഇമ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി 10 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഈ 10 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് ഇപ്പോൾ അത് ഇമ്പോർട്ട് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ പ്രാക്ടീസ് ടെസ്റ്റിന് ക്വസ്റ്റ്യനിൽ പോയിട്ട് ഇതിനെ ആഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ ബാങ്കിലേക്കാണ് അത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് കൊടുത്തു ആഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇപ്പോൾ 40 ക്വസ്റ്റ്യൻസ് അതിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്, നേരത്തേക്ക് ആഡ് ചെയ്ത്. ഇതിന് സോർട്ടിങ് കൊടുക്കുന്നു. സോർട്ടിങ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ക്വസ്റ്റ്യന് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ KRI എന്നുള്ള ടാഗ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ട് വരിക, നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ KRI എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ടിക്ക് ചെയ്യാണ് ഒരുമിച്ച്. ഇത്രയും ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്തു. ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്താൽ അതിന് താഴെ ഉണ്ടാവും ആഡ് സെലക്റ്റഡ് ക്വസ്റ്റ്യൻ ടു ദ ക്വിസ് എന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ 10 മാർക്കിലേക്ക് 10 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട്. അത് സേവ് ചെയ്ത് കൊടുക്കും. സേവ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ആ എക്സാം അവിടെ എന്തായി, കംപ്ലീറ്റ് ആയി. ഇനി കുട്ടികൾക്ക് ആ ടൈം ആകുമ്പോൾ ഈ എക്സാം അവിടെ ഉണ്ടാവും. അത് ക്വിസ് അറ്റൻഡ് ചെയ്യാം. നമുക്കതിൻ്റെ റിസൾട്ടും കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഇത് നമ്മുടെ ഇതിൽ എങ്ങനെയാണ് വന്നത് എന്ന് വേണമെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പ്രാക്ടീസ് ടെസ്റ്റ് ക്യൂസ് എന്നുള്ളതിൽ പോയാൽ അതാണ് പ്രിവ്യൂ കേസ് എന്ന് പോയാൽ നമ്മളതിൽ കൊടുത്ത ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് പ്രിവ്യൂ ചെയ്യാൻ പറ്റും. ഇതേപോലെ 1 by 1 ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസറൊക്കെ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി മാർക്ക് ചെയ്യും. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത് നമ്മളൊരു പ്രാക്ടീസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സൊക്കെ ChatGPT ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാം, എന്നിട്ട് ഇതിലേക്ക് ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.